നീ ഇത്രയും വരുമാനം നിനക്ക് കിട്ടുന്നുണ്ടല്ലോ, നീ 1 രൂപയ്ക്ക് ഒരു മുട്ടായി നീ അവന് മേടിച്ചു കൊടുക്കും. നിന്റെ അനിയനല്ലേ? രാഹുൽ ദാസിനെ പറ്റി എന്നെ പറ്റി പറയുന്നല്ലോ സസ്പെൻഷൻ. ഞാൻ സസ്പെൻഷൻ അല്ലേ തുടങ്ങിയുള്ളൂ നിയമപരമായിട്ട്. നിയമവിരുദ്ധമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. കിച്ചു, നീ ഇപ്പോഴല്ലേ 1 വർഷമായിട്ടല്ലേ നീ ഇപ്പം സ്വന്തം കാര്യം നിൽക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇതിന് മുന്നേ ഒരു രാഹുൽ ദാസ് ഉണ്ടായിരുന്നു. സോ ഹലോ ഗൈസ്, നാളെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. രേണു സുധി കിച്ചുവിനെതിരെ ഞെട്ടിക്കുന്ന സ്ക്രീൻഷോട്ടും ഞെട്ടിക്കുന്ന തെളിവുകളുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പം നിലവിൽ വാറാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കുറെ നാൾ കൊണ്ട് രേണു സുധി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേച്ചി യൂട്യൂബിലും മറ്റും ഇടുന്ന വീഡിയോസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, എനിക്ക് അനങ്ങാൻ പോലും പറ്റുന്നില്ല, എനിക്കെന്ന് നൂന്നിരിക്കാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അതിന് താഴെ നിരവധി ആളുകൾ വിഷമത്തോടെയും സങ്കടത്തോടെയും നിരവധി കമന്റ് അയച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്നലെ ചേച്ചി നൂന്നിരുന്ന് പഴയ കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ട് വന്നാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇത് നമ്മളാരും പറയുന്നതല്ല, ചേച്ചിയുടെ ഇന്നലെ ഇട്ടിട്ടുള്ള വീഡിയോയുടെ താഴെ വന്നിട്ടുള്ള കമന്റുകളാണ്. ഓർമ്മ കിട്ടുന്നില്ല, നേരത്തെ നടന്ന കാര്യങ്ങൾ പോലും ഓർമ്മ കിട്ടുന്നില്ലെന്ന് പറഞ്ഞ രേണു സുധി കിച്ചുവിനെ പറ്റി വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള കാര്യങ്ങൾ ഓർത്തോർത്തോർത്ത് സോഷ്യൽ മീഡിയ കൊണ്ടുവന്ന് പറയുകയായിരുന്നു. അപ്പൊ ചേച്ചിയുടെ ഓർമ്മയൊക്കെ എവിടെ നിന്ന് വന്നു എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യമാണ് ഞെട്ടിക്കുന്ന ഒരു സ്ക്രീൻഷോട്ട്. സ്വാഭാവികമായിട്ട് കിച്ചു ചേട്ടൻ ഒരു സ്ക്രീൻഷോട്ട് കാണിച്ചല്ലോ, അപ്പൊ അതിനെതിരായിട്ടൊരു സ്ക്രീൻഷോട്ട് കാണിച്ചാൽ മാത്രമേ അവിടെ ഇച്ചിരി പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ആ സ്ക്രീൻഷോട്ടിൽ എന്തൊക്കെയോ സംതിങ് ഫിഷി, എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക് ഒക്കെ വന്നിട്ടുണ്ട്. അതിനിപ്പോൾ സ്വന്തമായിട്ട് AI വെച്ച് ക്രിയേറ്റ് ചെയ്തതാണോ അതപ്പോൾ ഇനി ഒറിജിനൽ തന്നെയാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നിരവധി ആളുകൾ ഇതേ സാധനം തന്നെ കമന്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സ്ക്രീൻഷോട്ട് ഞാൻ ശ്രദ്ധിക്കാനുണ്ടായിട്ടുള്ള പ്രധാന ഒരു കാര്യം. സ്ക്രീൻഷോട്ട് ഞാൻ സൈഡിൽ കൊടുക്കാം. ഒന്നാമത് അയച്ചിട്ടുള്ള രേണു സുധി അയച്ചിട്ടുള്ള ഒരു മെസ്സേജാണ്. സബ്സ്ക്രിപ്ഷൻ തുടങ്ങി അറിഞ്ഞായിരുന്നോ, അന്നേരം താഴെ ഒരു ഇമോജി, അതിന് താഴെ കിച്ചു ചേട്ടൻ കൊടുത്തേക്കുവാണ്, ആഹാ 500 സബ് കഴിഞ്ഞു ട്ടോ. അന്നേരം കിച്ചു ചേട്ടൻ ഗുഡ്. അത് കഴിഞ്ഞ് 600 കഴിഞ്ഞു, താങ്ക് യു 180 RD റസ്. അന്നേരം കിച്ചു ചേട്ടൻ എന്തു 180 എന്റെ സബ്സ്ക്രിപ്ഷൻ ചാർജ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സത്യം പറഞ്ഞ ഒരു ലോജിക്ക് അങ്ങോട്ട് വരുന്നില്ല. അതായത് രേണു ചേച്ചി അയച്ച മെസ്സേജ് ആണോ കിച്ചു ചേട്ടൻ അയച്ച മെസ്സേജ് ആണോ, കിച്ചു ചേട്ടന്റെ ഫോണിൽ നിന്ന് എടുത്ത് വെച്ച സ്ക്രീൻഷോട്ട് ആണോ രേണു ചേച്ചിയുടെ ഫോണിൽ നിന്ന് എടുത്ത് വെച്ച സ്ക്രീൻഷോട്ട് ആണോ, അതൊന്നും ശ്രദ്ധിക്കാതെ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ, നമ്മളൊരു മെസ്സേജ് അങ്ങോട്ടോ ഇങ്ങോട്ടോ അയച്ചു കഴിഞ്ഞാൽ ടൈമാണ് താഴെ വരുന്നത്. പക്ഷെ ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 00.20 00.20 00.21 അങ്ങനെയാ വന്നേക്കുന്നേ. അല്ല മനസ്സിലാവുന്നില്ല എന്ത് സ്ക്രീൻഷോട്ടാണ് രേണു ചേച്ചി എടുത്ത് വെച്ചേക്കുന്നത്. ഇവിടെ കുറെ ആളുകൾ ഇതിന്റെ താഴെ വന്ന് നിരവധി കമന്റ് അയച്ചിട്ടുണ്ട്. കൂടുതലായിട്ടും കണ്ടിട്ടുള്ള കമന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കയറി നോക്കിയാൽ മതി, ഇത് AI ആണ്, ഈ ഫോട്ടോ AI ആണ്, ഈ ഫോട്ടോ AI ആണെന്ന്. അതായത് കിച്ചു ചേട്ടൻ ഇന്നലെ വന്ന് പറഞ്ഞിട്ടുണ്ട്, പോട്ടെ ഇത് സത്യമായിട്ടുള്ളൊരു സ്ക്രീൻഷോട്ട് ആണെങ്കിലും കിച്ചു ചേട്ടൻ ആ സമയത്ത് മിണ്ടിയിട്ടില്ല. രേണു ചേച്ചിയുടെ വീണ്ടും വീണ്ടും വന്ന് ഈ സബ്സ്ക്രിപ്ഷനിൽ വന്ന് കിടന്ന ആൾക്കാർക്ക് നെഗറ്റീവ് കൊടുക്കുന്ന രീതിയിലുള്ള വീഡിയോസും സംഭവങ്ങളും വന്നപ്പോഴാണ് കിച്ചു ചേട്ടൻ അതിനെതിരെ പ്രതികരിച്ചത്. കിച്ചു ചേട്ടൻ ചോദിച്ചിട്ടുള്ള ഒരേ ഒരു കാര്യം, ഇങ്ങനെയൊക്കെയുള്ള വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ചേച്ചിയുടെ കാര്യം പോട്ടെ, ആ ഋതപ്പന്റെ അവസ്ഥ എന്താ, ഋതപ്പൻ സ്കൂളിൽ എങ്ങനെ പോകും, ഋതപ്പൻ അത്രത്തോളം മോശം വരത്തില്ല, ഋതപ്പൻ ഇത് അഫക്റ്റ് ചെയ്യത്തില്ല എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അല്ലാതെ ഒരിക്കലും രേണു ചേച്ചി ഇങ്ങനെ കാണിക്കരുത്, നിങ്ങൾ കാണിക്കുന്നത് ശരിയല്ല, എനിക്കത് ബാധിക്കുന്നുണ്ട് എന്നല്ല കിച്ചു ചേട്ടൻ പറഞ്ഞിട്ടുള്ളത്. അതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ രേണു ചേച്ചി കാശ് ഉണ്ടാക്കുന്നതിനോടൊന്നും കിച്ചു ചേട്ടൻ എതിർപ്പില്ല. പക്ഷേ ആ കൊച്ചിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ആവരുത്. രേണു ചേച്ചി അന്നേരവും പറഞ്ഞിട്ടുള്ള ഒരു മറുപടി എന്ന് പറയുമ്പോൾ, എനിക്ക് 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ ഈ ഒരൊറ്റ സംഭവത്തിൽ കൂടെ കിട്ടും, പിന്നെ ഞാൻ എന്തിന് നിർത്തണമെന്നാണ് രേണു ചേച്ചി ചോദിച്ചിട്ടുള്ളത്. ഇതിനോട് നമുക്ക് യോജിപ്പേ ഇല്ല. കാരണം സ്വന്തം ഒരു മകൻ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇത്രയും വിഷമത്തോടെ സോഷ്യൽ മീഡിയ വന്ന് പറയുമ്പോൾ ആ ഒരു മാനസികാവസ്ഥ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. അത്രത്തോളം പരിതാപകരമാണ് എൻ്റെ പൊന്നു രേണു ചേച്ചി. നിങ്ങൾക്ക് ഈ ഒരു അസുഖം വന്നപ്പോഴും നമ്മളെല്ലാവരും പറഞ്ഞിട്ടുള്ളത് എല്ലാവരും പ്രാർത്ഥിക്കണം. കാരണം ശത്രുക്കൾക്ക് പോലും വരരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു അസുഖമായതുകൊണ്ട് തന്നെ വേഗം സുഖപ്പെട്ട് വരട്ടെ എന്നാണ് ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത്, വേഗം സുഖപ്പെട്ട് വരട്ടെ. പക്ഷെ നേരത്തെ ചേച്ചി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ശരിയല്ല. പിന്നെ ഇന്നലെ ലേറ്റസ്റ്റ് ആയിട്ട് ചേച്ചി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ ഒരു വീഡിയോയിൽ കുറേ പ്രാവശ്യം ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് ചേച്ചി സംസാരിച്ചിട്ടുള്ളത്. കിച്ചുവിനെ പറ്റി നിങ്ങൾ ആ പോലീസ് സ്റ്റേഷനിൽ പോയി തിരക്കണം, ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പോയി തിരക്കണം, കോട്ടയം പോലീസ് സ്റ്റേഷനിൽ പോയി തിരക്കണം, കൊല്ലം പോലീസ് സ്റ്റേഷനിൽ പോയി തിരക്കണം. എന്തുവാ ചേച്ചി, ഒരാളല്ലേ ഫ്യൂച്ചർ വെച്ചാൽ കിച്ചു ചേട്ടനെ നിങ്ങൾക്ക് അറിയാം, ഒരു 18 വർഷം കൊണ്ട് കഴിഞ്ഞ 20 ആവാറാവുന്നേ ഉള്ളൂ. എന്തോരം വർഷം ആ ഒരു ഫ്യൂച്ചർ കിടക്കണം. ആ ഒരു ഫ്യൂച്ചർ മൊത്തത്തിൽ തുലയ്ക്കാൻ വേണ്ടി രേണു ചേച്ചി വന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്. കിച്ചു ചേട്ടൻ ഒരു വീഡിയോ ഇട്ടു, അല്ലെങ്കിൽ ചേച്ചി ഇതിനൊക്കെ മുമ്പ് എന്ന് പറയുന്നത്, ഒരാൾ എന്തെങ്കിലും ഒരു വീഡിയോ ഇടുമ്പോൾ അതിനെതിരായിട്ട് അവരെ എങ്ങനെയെങ്കിലും തകർക്കണമെന്നൊരു രീതി വെച്ച് സംസാരിക്കുന്നതിനോട് നമുക്ക് ഒരിക്കലും യോജിപ്പില്ല. ആദ്യം തന്നെ കിച്ചു ചേട്ടൻ്റെ വീഡിയോ കാണാത്തവർക്ക് വീഡിയോ വെച്ചുതരാം. അതിനുശേഷം രേണു ചേച്ചി പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആ ഒരു വീഡിയോയിലോട്ടും കൂടെ നമുക്ക് വരേണ്ടിയിരിക്കുന്നു. ആദ്യം തന്നെ കിച്ചു ചേട്ടൻ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. എനിക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ 2ാമത്തെ വയസ്സിൽ എൻ്റെ സ്വന്തം അമ്മ എന്നെ ഇട്ടിട്ട് പോയതാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ലൈഫ് സ്റ്റോറിയിൽ കുറേ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഉള്ള അമ്മ സാധനം ഞാൻ കാണിച്ചു തരാത്ത
ഇതൊക്കെ നിങ്ങൾ പറയുന്ന എടുത്തു വളർത്തിയ മോൻ കണ്ട സാധനങ്ങളാണിത്, മനസ്സിലായത്? അപ്പോൾ ഞാൻ ഇത് കണ്ടിട്ട് മെസ്സേജ് ഇട്ടു. ഇത് കണ്ടു കഴിഞ്ഞാൽ ഋതപ്പൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഋതപ്പൻ്റെ കൂടെ പഠിക്കുന്നവരാണെങ്കിലും ഇപ്പം മിക്ക പിള്ളേരാണെങ്കിലും പോലും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ. അപ്പം അതുവരെ കാണുന്നതായിരിക്കും. അപ്പം അവനെങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള കാര്യം ഞാൻ അമ്മയെടുത്ത് പറഞ്ഞപ്പോൾ അമ്മ എനിക്ക് തന്ന റിപ്ലൈ, ഞാൻ ചെയ്തതിൽ എനിക്ക് മോശമായിട്ടൊന്നും തോന്നുന്നില്ല, എനിക്ക് അതിൽ നിന്ന് 2.5 ലക്ഷം രൂപ 3 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. ഞാനൊന്നും തിരിച്ച് റിപ്ലൈ എടുക്കാൻ പോയില്ല. ഞാൻ അവിടെ വെച്ചിട്ട് ക്ലോസ് ചെയ്തു ആ ചാപ്റ്റർ, മനസ്സിലായി? അപ്പം ബ്രോ പറഞ്ഞ പോലെ എനിക്കൊരു അമ്മയുടെ വില എന്താണെന്ന് മനസ്സിലായിട്ടില്ല, പക്ഷെ സ്നേഹത്തിന്റെ വില എനിക്കറിയാം. എനിക്കത് പറയണമെന്ന് തോന്നി. വീഡിയോ കണ്ടപ്പോൾ എനിക്കതൊന്നും തോന്നിയിട്ട് തോന്നിയേട്ടാ. പിന്നെ ഞാൻ കോട്ടയത്ത് പോയി ഞാൻ ഋതപ്പനെ കണ്ടു. ഋതപ്പന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവനെ ഹാപ്പി ആക്കി ഞാൻ തിരിച്ചു വന്നു. അമ്മേനെ കാണാൻ പറ്റിയില്ല, അമ്മേനെ കാണാൻ ഇപ്പൊ പറ്റില്ല, ആശുപത്രി എന്നുള്ള രീതി പറഞ്ഞു. കേട്ടല്ലോ, ഒരു മകൻ ഇങ്ങനെ സോഷ്യൽ മീഡിയ വന്ന് പറയണമെങ്കിൽ എത്രത്തോളം മനസ്സ് നൊന്നിട്ടായിരിക്കും ആ കിച്ചുചേട്ടൻ വന്ന് സംസാരിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇന്നലെ ഓൾറെഡി നമ്മൾ റിയാക്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണെങ്കിൽ പോലും കുറേ സംഭവങ്ങൾ നമ്മൾ പറയാൻ വേണ്ടി വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതായത് ആ ഒരു കൊച്ചിനെ പറ്റി ഓർത്തിട്ട് ആ ഒരു വിഷമം കാരണം മാത്രം പറഞ്ഞപ്പോൾ ഒരു മകന് തിരിച്ചു കൊടുത്തിട്ടുള്ള റിപ്ലൈ, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്താലും എനിക്ക് 2 ലക്ഷം 3 ലക്ഷം രൂപ കിട്ടും, കാശ് മതി, നാണോ മാനോ ഒന്നും നോക്കണ്ട, കാശ് മാത്രം മതി. നിങ്ങൾ ആലോചിക്കേണ്ട, ഇത്രയും വലിയൊരു ഫെയിം ഒരു ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള വലിയ ഷോയിൽ കയറി പോയ ആൾക്ക് ആ ഒരു പ്രൊമോഷനും ഇനാഗ്രേഷനും സംഭവങ്ങൾ മാത്രം മതി. ബിഗ് ബോസിൽ പോയ മറ്റുള്ള ആൾക്കാരും പ്രൊമോഷനും സംഭവങ്ങളൊക്കെ ചെയ്ത് മാത്രം ജീവിക്കുന്നില്ലയോ? അപ്പൊ പിന്നെ രേണു ചേച്ചിക്കും അത്യാവശ്യം നല്ല വരുമാനം കിട്ടും. ഇപ്പൊ യൂട്യൂബിലായാൽ പോലും ലക്ഷക്കണക്കിന് മില്യൺസ് ഓഫ് വ്യൂസ് സംഭവങ്ങളൊക്കെ രേണു ചേച്ചിക്ക് കിട്ടുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ ലക്ഷങ്ങൾ വരുമാനം യൂട്യൂബിൽ നിന്ന് ചേച്ചിക്ക് ഏൺ ചെയ്യാൻ പറ്റും. അപ്പൊ അത്രയൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റീസ് ചേച്ചിയുടെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ചേച്ചി ഇങ്ങനെയൊക്കെ കാണിച്ചതിനോട് നമ്മളും ആ ഒരു സമയത്ത് യോജിച്ചിട്ടേ ഇല്ല. ഇനി ഇപ്പൊ കിച്ചുചേട്ടനെതിരായിട്ട് സ്ക്രീൻഷോട്ട് സംഭവങ്ങളൊക്കെ കിച്ചുചേട്ടൻ വിട്ടല്ലോ, അതിനെ തുടർന്നിട്ട് തന്നെ രേണു ചേച്ചിക്ക് എതിരെ നിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് സപ്പോർട്ട് വേണമെങ്കിൽ രേണു ചേച്ചി കുറച്ച് കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വന്ന് പറയണം, എഗെയിൻസ്റ്റ് ആയിട്ട്, കിച്ചുചേട്ടന് എഗെയിൻസ്റ്റ് ആയിട്ട്. പക്ഷേ എഗെയിൻസ്റ്റ് ആയിട്ട് വന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാം തിരിഞ്ഞ് രേണു ചേച്ചിക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. അതായത് ഈ ഒരു അസുഖപ്പെട്ട് കിടക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു അസുഖത്തിന്റെ ഇതിൽ നിൽക്കുമ്പോൾ ചേച്ചി ആണെങ്കിൽ കുറേ സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അനങ്ങാൻ പോലും വയ്യ, ഓർമ്മയും സംഭവങ്ങളൊന്നും കിട്ടുന്നില്ല. ഇത്രയും സ്ട്രെയിൻ എടുത്ത് ചേച്ചി സംസാരിച്ചതാണ് ഒന്നാമത്തെ തെറ്റ്. അതിനുശേഷം ഇത്രയും ഒരു ഫ്യൂച്ചറുള്ള ആളിൻ്റെ അടുത്ത് വന്നിട്ട് ഇത്രയൊക്കെ ഭീഷണി സംഭവങ്ങളും പെടുത്തുന്നത് രേണു ചേച്ചി ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. നിങ്ങൾ വിളിച്ചങ്ങ് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ, പക്ഷേ സോഷ്യൽ മീഡിയ വന്ന് ഇത്രത്തോളം കത്തിക്കൊണ്ടൊരു ആവശ്യമില്ല. ഇനി രേണു ചേച്ചി പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, നമുക്ക് യോജിക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ നമുക്ക് സൈഡിൽ വെക്കാം, അതിനുശേഷം ബാക്കി സംസാരിക്കാം. നിങ്ങൾ ചാറ്റ് കാണും, കിച്ചു സൺ ഫുള്ള് കാണാവോ ചാറ്റ്? ഇതാണ്ട് എൻ്റെ ചാറ്റ് കാണിച്ചുകൊണ്ടാണ് ഞാനിത് പുറത്ത് വിട്ടത് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും വിടത്തില്ലായിരുന്നു മോനെ. വേണ്ടേ കിച്ചു ഞാൻ തമ്മിലുള്ള ചാറ്റാണ്, സബ്സ്ക്രിപ്ഷൻ്റെ കാര്യമാണേ. അപ്പൊ എന്റെ കുഞ്ഞു മോനെ കിച്ചു, നീ സമ്മതിച്ചുകൊണ്ടാണ് അമ്മ ഇത് ചെയ്തത്. പിന്നെ മോൻ ഗുഡെന്ന് പറഞ്ഞുകൊണ്ടാണ്, മോൻ അന്ന് എന്നോട് പറയായിരുന്നേ അമ്മേ അത് വേണ്ട കേട്ടോ എന്ന് പറയായിരുന്നു, അമ്മ ഇത് ചെയ്യത്തില്ലായിരുന്നു മോനെ. മോൻ ഗുഡ് നന്നായെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്തത്. തുടങ്ങി അന്നാണെന്ന് നിങ്ങൾ ഓർത്തോണം, എന്റെ തുടങ്ങി അന്ന് 500 സബ് കഴിഞ്ഞു കേട്ടോ. അപ്പൊ കിച്ചു എന്താ എന്നോട് പറഞ്ഞ മറുപടി, നിങ്ങൾ മേലെ ഇത് ചെയ്യരുതെന്നല്ല പറഞ്ഞത്, നിങ്ങൾ ഇനി ഇത് ഒരിക്കലും ചെയ്യരുതെന്ന് കിച്ചു അന്ന് എന്നോട് പറയുമായിരുന്നെങ്കിൽ മോനെ കിച്ചു അമ്മ സബ്സ്ക്രിപ്ഷൻ തുടങ്ങത്തില്ലായിരുന്നു. പക്ഷെ മോൻ എന്നാ പറഞ്ഞെന്നറിയോ, ഗുഡെന്ന്. അതിനുശേഷം ഞാൻ പറഞ്ഞ 600 കഴിഞ്ഞു, 180 രൂപയാണ്. അപ്പൊ കിച്ചു പറയാ 150. നിങ്ങൾ കണ്ടോ, എന്നെ വെറുതെ വിട് കിച്ചു എന്നെ വെറുതെ വിട്. പിന്നെ നമുക്ക് രണ്ടുപേർക്കും അറിയുന്ന പല കാര്യങ്ങളുണ്ട് അല്ലെ കിച്ചു, ഫ്യൂച്ചർ വരെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ട്. സോ അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഓക്കെ, 2 കാര്യങ്ങളാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് പറയുന്നത്. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ കിച്ചുചേട്ടൻ ഗുഡ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് രേണു ചേച്ചി ഒരു സബ്സ്ക്രിപ്ഷൻ മുന്നോട്ട് കൊണ്ടുപോയത് എന്ന്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ ഒരു സമയം രേണു ചേച്ചി ഒരു സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ സമയത്ത് അതിനകത്ത് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കും കിച്ചുചേട്ടൻ പറഞ്ഞിട്ടുള്ളത് ഗുഡ് എന്ന്. അതിനുശേഷമാണ് രേണു ചേച്ചി നെഗറ്റീവ് മെസ്സേജസ് സംഭവങ്ങളൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ കൊടുത്തുകൊണ്ടിരുന്നത്. ആ ഒരു സംഭവം കണ്ടിട്ടാണ് രേണു ചേച്ചിക്ക് എതിരെയായിട്ട് ഇപ്പൊ കിച്ചുചേട്ടൻ വന്ന് സംസാരിച്ചിട്ടുള്ളത്. അപ്പൊ അതൊന്നും മനസ്സിലാക്കാതെ രേണു ചേച്ചി ആ ഒരു സമയം ഗുഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തുടർന്നു, അതുകൊണ്ട് തന്നെ തുടർന്ന് പൊക്കോണ്ടേ ഇരിക്കും, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിർത്തത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനോട് വലിയ യോജിപ്പില്ല. രണ്ടാമത്തെ ഒരു കാര്യമാണ് കിച്ചുചേട്ടൻ അയച്ചിട്ടുള്ള സ്ക്രീൻഷോട്ടാണ് അത്. കിച്ചുചേട്ടൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അയച്ചു, നിനക്ക് നാണമുണ്ടോ, ഞാനന്ന് ഈ ഒരു അസുഖത്തിന്റെ പിടിയിലാണ്, എന്നിട്ട് പോലും എന്നെ വെറുതെ വിടും, നമുക്ക് മാത്രം അറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ഇതൊക്കെ പുറത്ത് വന്നു കഴിഞ്ഞാൽ നിന്റെ ഫ്യൂച്ചർ തന്നെ പോകുന്ന പരിപാടിയാണ്. ഇത്രത്തോളം ഒരു ഭീഷണിപ്പെടുത്തുന്ന രീതിയിലൊക്കെ ചേച്ചി സംസാരിക്കുമ്പോഴേ ആൾക്കാർക്ക് കിച്ചുചേട്ടനിലോട്ട് ചെല്ലുന്ന ഒരു നെഗറ്റീവ് മെസ്സേജസ്, അതായത് കിച്ചുചേട്ടനെ പറ്റി കുറച്ച് ആൾക്കാരിലോട്ട് ചെല്ലുന്ന നെഗറ്റീവ് മെസ്സേജസ്
ആൾക്കാരൊക്കെ അത് വിശ്വസിക്കുക തന്നെ ചെയ്യും. കുറേ ആളുകളുണ്ട്, കുറേ ആളുകൾ ഈ സംഭവങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ കിച്ചു ചേട്ടനെ കുറിച്ച് വിചാരിക്കുന്നത് എന്തായിരിക്കും. അതേ കൂട്ടി തന്നെ പണ്ടൊരു ലൈഫ് സ്റ്റോറി സംഭവങ്ങൾ പറഞ്ഞ സമയത്താണെങ്കിൽ പോലും കിച്ചു ചേട്ടൻ പറഞ്ഞിട്ടുള്ളത് എനിക്ക് എൻ്റെ കൂട്ടുകാരൻ്റെ അമ്മയുടെ മുമ്പിൽ പോലും ഒന്ന് ഫേസ് ചെയ്യാൻ വേണ്ടിയുള്ള ആ ഒരു ധൈര്യം കിട്ടുന്നില്ലെന്ന്. ഇതൊക്കെ വെച്ചിട്ട് വീണ്ടും വീണ്ടും ആ കിച്ചു ചേട്ടനെ മാക്സിമം ടോർച്ചർ ചെയ്യുകയാണ്. ഒരിക്കലും നമ്മൾ രേണു ചേച്ചിയെ കുറ്റം പറയുകയല്ല. ഈ ഒരു സംഭവം കിച്ചു ചേട്ടൻ വന്ന് പറയുമ്പം ഇതിനെതിരായിട്ട് സംസാരിച്ചില്ലെങ്കിൽ പിന്നെ റിയാക്ഷൻ ചാനൽ എന്ന് പറഞ്ഞ് ഇത് തുറന്നു വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. എന്തായാലും ബാക്കി കേട്ടോ നോക്കാം. എന്റെ കുഞ്ഞ് നിന്നെ ചേട്ടനായിട്ട് കണ്ടുപോയി, ഇനി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കിച്ചു. ഞാൻ ക്യാൻസർ വന്ന് ഇനി ഞാൻ മരിച്ചാൽ പോലും എനിക്ക് നീ ഒന്നും ചെയ്യണ്ട. എന്റെ ഋതപ്പൻ, എന്റെ കുഞ്ഞ്, ഞാൻ പ്രസവിച്ച എന്റെ ഒരേ ഒരു കുഞ്ഞ്, നിന്നെ ഞാൻ ആ ഋതപ്പനേക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിച്ചു. നിന്നെ ഞാൻ ഋതപ്പനേക്കാൾ കൂടുതൽ ഞാൻ നിനക്ക് എന്റെ സബ്സ്ക്രിപ്ഷൻ കിട്ടിയ പൈസ വരെ ഞാൻ നിനക്ക് തന്നു. ഒരുപാട് പൈസകൾ ഞാൻ ഉറക്കമൊളിച്ച്, ഞാൻ ആൽബങ്ങൾ ചെയ്തത്, ഞാൻ ഉറക്കമൊളിച്ച് ഗൾഫിൽ പോയി പ്രൊമോഷൻ ചെയ്തത് എല്ലാം ഞാൻ നിനക്ക് അതിൽ നിന്ന് ഒരു ഓഹരി ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. നീ അതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ആ ചാറ്റുകളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ഞാൻ അതൊക്കെ കാണിക്കത്തില്ല കിച്ചു. നീ അല്ല ഞാൻ. നിന്റെ അമ്മ സ്വന്തം പെറ്റതള്ള നിന്നെ ഇട്ടിട്ട് പോയതൊട്ടുള്ള 1.5 വയസ്സുള്ള ഒട്ട കഥകൾ വരെ എന്നോട് നീ പറഞ്ഞു വെച്ചു. കൊല്ലത്തെ വീട്ടിൽ വെച്ച് നീ അനുഭവിച്ച, ചെറുപ്പത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ വരെ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ദാസിനെ പറ്റി, എന്നെ പറ്റി പറയുന്നല്ലോ സസ്പെൻഷൻ. ഞാൻ സസ്പെൻഷൻ അല്ലേ തുടങ്ങിയുള്ളൂ നിയമപരമായിട്ട്. നിയമവിരുദ്ധമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. കിച്ചു, നീ ഇപ്പോഴല്ലേ 1 വർഷമായിട്ടല്ലേ നീ ഇപ്പം സ്വന്തം കാര്യം നിൽക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇതിന് മുന്നേ ഒരു രാഹുൽ ദാസ് ഉണ്ടായിരുന്നു. ചിങ്ങവനം ഭാഗം, കൊല്ലാട് ഭാഗം, അതുപോലെ ഈ പൊങ്ങന്താനം, ഈ തൃക്കൊടുത്താനം പോലീസ് സ്റ്റേഷൻ, വാകത്താനം പോലീസ് സ്റ്റേഷൻ ഒന്ന് തിരക്കി നോക്ക് രാഹുൽദാസിനെ പറ്റി. ഓക്കെ ചേച്ചി, ഇപ്പൊ പറയുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഈ പോലീസ് സ്റ്റേഷൻ ദൂരം നിങ്ങളൊന്ന് തിരക്കി നോക്കുക. ആ പോലീസ് സ്റ്റേഷനിൽ എല്ലാ കിച്ചുവിനെ പറ്റിയിട്ടുള്ള നെഗറ്റീവ് സംഭവങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാത്തവർ പോയി തിരക്കാമെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. കിച്ചു ചേട്ടൻ ആ ഒരു വീഡിയോ ഇട്ടപ്പോഴാലും, ലൈഫ് സ്റ്റോറി എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടപ്പോഴാലും അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ആ വീട്ടിൽ അനുഭവിച്ചിട്ടുള്ള ഡ്രാമയും സംഭവങ്ങളൊക്കെ കാണാൻ ലഹരിയൊക്കെ ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സംഭവങ്ങളും എല്ലാം കൂടെ വെച്ചിട്ടായിരിക്കും രേണു ചേച്ചി, നമുക്കറിയാത്തയും കുറെ കാര്യങ്ങളൊക്കെ കാണും, ഇതെല്ലാം കൂടെ വെച്ചിട്ടായിരിക്കും ഇങ്ങനെ പറയുന്നത്. ഇപ്പോഴത്തെ കാര്യമാണ് നോക്കേണ്ടത്. പാസ്റ്റ് ഈസ് പാസ്റ്റ്. പ്രസന്റ് സിറ്റുവേഷന് കിച്ചു ചേട്ടൻ നല്ലോണം തന്നെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. സ്വന്തമായിട്ടൊരു സ്റ്റോർ, സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങി ഇൻസ്റ്റാഗ്രാം വഴി കിച്ചു ചേട്ടൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇച്ചിരി വൈറലാവണം, യൂട്യൂബ് വഴി എന്തെങ്കിലുമൊക്കെ ചെറിയ വരുമാനം നേടണം, ഏണിങ്സ് നേടണം, വീട് നോക്കണം എന്നൊരു രീതി മാത്രമാണ് കിച്ചു ചേട്ടൻ ഇപ്പൊ കഴിഞ്ഞുകൊണ്ട് പോകുന്നത്. പക്ഷേ ഈ ഒരു വീഡിയോ സംഭവങ്ങളൊക്കെ വരുമ്പോൾ എന്തോരം സൈബർ അറ്റാക്ക് വരുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എന്തോരം സൈബർ അറ്റാക്ക്. ഈ ഒരു സൈബർ അറ്റാക്കിന് വേണ്ടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, കിച്ചു ചേട്ടൻ സ്ക്രീൻഷോട്ട് കാണിച്ചു. പക്ഷെ ആ സ്ക്രീൻഷോട്ടിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കിച്ചു ചേട്ടനാണെങ്കിൽ ഈ രേണു ചേച്ചിക്ക് അയച്ചിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. രേണു ചേച്ചിയുടെ റിപ്ലൈ പോലും അതിനകത്ത് കാണിച്ചിട്ടില്ല. സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. ആ കിച്ചു ചേട്ടൻ രേണു ചേച്ചിയുടെ റിപ്ലൈ കൊടുത്തിട്ടില്ല. കിച്ചു ചേട്ടൻ അയച്ചിട്ടുള്ള മെസ്സേജ്, അതായത് ഞാൻ അയച്ചിട്ടുണ്ടേ എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഒരു സ്ക്രീൻഷോട്ടാണ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. എന്തായാലും ബാക്കിയുണ്ട് നോക്കാം. എഴുന്നേറ്റ് വന്നേ പറ്റത്തുള്ളൂ എന്റെ ഋതപ്പന് വേണ്ടിയിട്ട്. നിനക്ക് ആ കുഞ്ഞിനോട് തൊള്ളി സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ, നീ ഇത്രയും വരുമാനം നിനക്ക് കിട്ടുന്നുണ്ടല്ലോ, നീ 1 രൂപയ്ക്ക് ഒരു മുട്ടായി നീ അവന് മേടിച്ചു കൊടുക്കും. നിന്റെ അനിയനല്ലേ, എനിക്കൊന്നും വേണ്ട കിച്ചു നിന്റെ. ഞാൻ നിനക്ക് തന്നിട്ടേ ഉള്ളു പൈസ, അതിന് കണക്ക് പറഞ്ഞല്ല. അപ്പത്തെ ഘട്ടങ്ങളിൽ പോലും ഞാൻ ആരുമില്ലായിരുന്നു. ഈ അമ്മയും നീ കുറ്റം പറഞ്ഞ നിന്റെ അളിയനും ചേച്ചിയൊക്കെ ഉള്ളായിരുന്നു. ഓരോ കുറ്റത്തിന് പോലീസ് സ്റ്റേഷൻ വരെ കയറി ഇറങ്ങി ഞാനായിരുന്നു. എനിക്ക് ഒരു സ്നേഹവും എനിക്ക് തരണ്ട, എന്നെ വന്ന് കാണണ്ട, ആരുടെ വിഷമം തീർക്കാൻ എന്നെ വന്ന് കാണും. ഇന്ന് വരെ കണ്ടുമില്ല, വിളിച്ചുമില്ല, മിണ്ടിയില്ലല്ലോ. വേണ്ട, ഇനി ഇത് വേണ്ട. എന്നെ വെറുതെ വിട്ടേക്ക്, ഈ ഉള്ളവളെ വെറുതെ വിട്ടേക്ക്. ഞാൻ ചത്താലും എന്റെ ശവം പോലും നിങ്ങൾ ആരും വന്ന് കണ്ടെന്നെ ഒരു റീത്ത് പോലും ആരും സമർപ്പിക്കണ്ട. എന്താണ് ചേച്ചി പറയുന്നത്? ഇതൊക്കെ ഒരു മോൻ്റെ അടുത്താണോ പറയേണ്ടത്? അതായത് ഞാൻ എന്തെങ്കിലും ഈ ലോകം വിട്ടുപോയാലും നിങ്ങൾ എന്നെ കാണാൻ പറ്റേ, അങ്ങനെയൊന്നും വരത്തില്ല ചേച്ചി പൂർണ്ണമായിട്ടും അസുഖമൊക്കെ സൗഖ്യമായതിനു ശേഷം ഇതേ കൂട്ട് തന്നെ പഴയത് കൂട്ട് തന്നെ വരിക തന്നെ ചെയ്യും. അങ്ങനെയൊന്നും വരത്തില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ സ്വന്തം മകൻ്റെ അടുത്തൊക്കെ പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. പിന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് പോലീസ് സ്റ്റേഷൻ തോറും ഞാനാണ് ഇറക്കാൻ നടന്നിട്ടുള്ളതെന്ന്. ഇതിന്റെ റിയാലിറ്റി സംഭവങ്ങളൊന്നും നമുക്കറിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ട് ഒന്നും അതിനെപ്പറ്റി പറയുന്നില്ല. പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു പോയിന്റാണ്, ആ പോയിന്റിലോട്ട് വരാം. അതായത് കിച്ചു ചേട്ടനാണെങ്കിൽ സ്വന്തം കാശ് കൊടുത്ത് ഇത്രയും ശമ്പളം കിട്ടിയതിന് ശേഷം സ്വന്തം കാശ് കൊടുത്ത ആ അനിയനായിട്ടുള്ള ഋതപ്പന് ഒരു സംഭവം വാങ്ങിച്ചു കൊടുത്തിട്ടില്ലെന്ന്. ചേച്ചി അങ്ങനെ പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ ചേച്ചി? നമ്മളെല്ലാവരും ഒരു വ്ളോഗ് വഴി കണ്ടിട്ടുണ്ട്. കിച്ചു ചേട്ടനാണെങ്കിൽ ആ ഒരു സുതിലയത്തിൽ പോയതിന് ശേഷം ആ കൊച്ചനിയനായിട്ടുള്ള ഋതപ്പനെ കൊണ്ട് പുറത്ത് മുഴുവൻ കറങ്ങി പാർക്കിലും മൊത്തം പോയി ആ കൊച്ചിന് സന്തോഷിക്കാവുന്നതിന് പരമാവധി സന്തോഷിപ്പിച്ചതിന് ശേഷമാണ് കിച്ചു ചേട്ടൻ തിരിച്ചു കൊണ്ട് വിട്ടിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ചിലവല്ലേ ചേച്ചി? എനിക്ക് മനസ്സിലാവത്തോണ്ട് ചോദിക്കും. പെട്രോൾ തൊട്ട് ആ കൊച്ചിന് വാങ്ങിച്ചു കൊടുത്തിട്ടുള്ള ഓരോ സംഭവങ്ങളും ചിലവ് തന്നെയല്ലയോ? പിന്നെ 1 രൂപ കൊടുത്തൊരു മുട്ടായി പോലും വാങ്ങിച്ചു കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഒരു ബോണ്ട്, ആ ഒരു അനിയനും ചേട്ടനും തമ്മിലുള്ള ബോണ്ടൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അത്രയും കമ്പനിയായിട്ട് നടക്കുന്ന ഒരു ചേട്ടനെയും അനിയനെയും തമ്മിൽ ചേച്ചി ഇങ്ങനെയൊക്കെ പറയാവോ?
എന്തോ ഒരു ഹാപ്പി ആയിട്ടാണ് അവർ രണ്ടുപേരും കഴിയുന്നത്. എന്നിട്ടും ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു മുട്ടായി കൊണ്ട് പോലും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. നമ്മൾ കണ്ടോണ്ടിരിക്കുന്നതിൽ സോഷ്യൽ മീഡിയയിൽ നമ്മളും കണ്ടോണ്ടിരിക്കുന്ന ഈ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെയൊന്നും വന്ന് പറയില്ല, ഒരിക്കലും അത് ശരിയായിട്ടുള്ള കാര്യമല്ല. എൻ്റെ പൊന്നു രേണു ചേച്ചി, ഇതൊക്കെ കണ്ടൊന്ന് പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാണ് റിയാക്ഷൻ കൊണ്ടിരിക്കുന്നത്? ഇതൊന്നും അല്ല, തുടർന്ന് നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെ റിയാക്ട് ചെയ്യുക തന്നെ വേണം, സോഷ്യൽ മീഡിയയിൽ കത്തിക്കുക തന്നെ വേണം. ആരുടെ ഭാഗത്താണ് ഈ ന്യായം? അത് നിങ്ങളും കൂടെ അറിയണം. അവർ മാത്രം അറിഞ്ഞാൽ പോരാ, അതുകൊണ്ട് മാത്രമാണ് ഇത് റിയാക്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ക്ലാരിറ്റി ഇനി തെളിയണം. കിച്ചു ഇതിനൊരു ക്ലാരിറ്റി കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും കൊള്ളായിരിക്കും. ഉറപ്പായിട്ട് ക്ലാരിറ്റി കൊടുക്കുക തന്നെ വേണം. എന്നാലേ നാളെ ആളിലോട്ട് എങ്ങനെ നെഗറ്റീവാണോ എത്തിയിട്ടുള്ളത് ആ നെഗറ്റീവ് മാറാൻ പറ്റത്തുള്ളൂ എന്നേ പറയത്തുള്ളൂ. ഇത്രത്തോളം സൈബർ അറ്റാക്കിനൊന്നും ഇട്ടുകൊടുക്കുന്നതിനോട് നമുക്കൊരു യോജിപ്പയില്ല. ചേച്ചി അത് കാണിച്ചത് തെറ്റ് തന്നെയാണ്, തെറ്റെന്ന് പറയുക തന്നെ ചെയ്യും. വേഗം തന്നെ ചേച്ചിയുടെ ആരോഗ്യമൊക്കെ വീണ്ടെടുത്തിട്ട് പഴയ കൂട്ട് തന്നെ വരട്ടെ. പക്ഷേ നമ്മൾ ഒരിക്കലും പണ്ട് ചേച്ചി ചെയ്തിട്ടുള്ള കാര്യങ്ങളെ വെളുപ്പിക്കുകയല്ല. അങ്ങനെ ചെയ്തിട്ടുള്ളത് തെറ്റ് തന്നെയാണ്. നമ്മൾ നേരത്തെ ആയാലും പറഞ്ഞിട്ടുള്ള കാര്യമാണത്. എന്നാലും ഇന്നത്തെ വീഡിയോ എത്രയുള്ള നിങ്ങളുടെ അഭിപ്രായം, ഇതിനെയൊക്കെ സംബന്ധിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണം. നിങ്ങൾ ആരുടെ കൂടാണ് നിൽക്കുന്നത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണം. വീഡിയോ ലൈക്ക് ചെയ്താണ് കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്കും ചെയ്തൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ഹൈപ്പും ചെയ്തൊക്കെ. അപ്പോൾ അടുത്ത നല്ല ടോപ്പിക്കാണ്. അപ്പോൾ കുറച്ച് ലെഫ്റ്റിലോട്ട് പോട്ടെ, കുറച്ച് റൈറ്റിലോട്ട് പോട്ടെ, സ്ട്രേറ്റ് പോകാൻ പഠിച്ചു നല്ല ടോപ്പിക്കായിട്ടാണ്. എല്ലാവർക്കും ബൈ.